നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം കാണും. പക്ഷേ പാർലറിലൊന്നും പോയി ഒരുപാട് ക്യാഷ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരായിരിക്കും പല ആളുകളും തന്നെ. എന്നാൽ നമ്മുടെ കയ്യിലാകട്ടെ ചെയ്യാനൊട്ട് ടൂൾസും ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നെയിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ടൂൾസ് ഒന്നും ഇല്ലാതെ നെയിൽ ആർട്ട് ചെയ്യുക എന്ന് നോക്കാം. നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ്, അതായത് പഴയ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റണം. നെയിൽസ് എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കണം. നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, നെയിൽസ് ഒക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു വൈറ്റ് കളറിലുള്ള നെയിൽ പോളിഷ് നമുക്ക് നെയിൽസിലെല്ലാം ഇട്ട് കൊടുക്കാം. നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വിടുക. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സെല്ലോ ടേപ്പും കത്രികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ അല്പം സെല്ലോ ടേപ്പ് ഇതുപോലെ കത്രിക വെച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെല്ലോ ടേപ്പ് നമ്മുടെ നെയിലിൻ്റെ പകുതി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് റെഡ് കളർ നെയിൽ പോളിഷ് ഇടാം. നിങ്ങൾക്ക് വേറെ ഏത് കളറാണോ ഇഷ്ടം ആ കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പ് ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞ് കുറച്ചൊന്ന് ഡ്രൈ ആകാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സെല്ലോ ടേപ്പ് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വിരലിലും ചെയ്തു കൊടുക്കാം. അടുത്ത വിരലിൽ വേറൊരു രീതിയിലാണ് ഒട്ടിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ താഴത്തെ ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ട് മേളിലത്തെ ഭാഗത്താണ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വിരലുകളിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓരോ വിരലിലും വേറെ വേറെ രീതിയിലുള്ള ഡിസൈൻസ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് എല്ലാ വിരലിലും ഇതുപോലെ നമ്മൾ നെയിൽ പോളിഷ് പല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് സെല്ലോ ടേപ്പും 2 നെയിൽ പോളിഷും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നെയിൽ ആർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു റോസ് കളറിൽ വരുന്ന നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഒരു കയറില്ലേ, ഇതുപോലെ നെയിൽസിൽ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം ഇതുപോലെ പതുക്കെ ഇതുപോലെ ആ നൂല് ഒന്ന് മാറ്റി കൊടുക്കുക. നൂല് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസൈൻ കിട്ടും. ഇതുപോലെ തന്നെ നൂല് വെച്ചിട്ട് എല്ലാ വിരലുകളിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നുണ്ടാവുക. രണ്ടാമത്തെ നെയിൽ ആർട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് നഖങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ഉള്ള ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. ഈ നെയിൽ പോളിഷ് ഇട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നെയിൽ പോളിഷ് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാൻഡേഡ് ആണ്. എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും ബാൻഡേഡ്. ഈ ബാൻഡേഡ് ഇതുപോലെ നെയിലിൻ്റെ അറ്റം മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വൈറ്റ് കളർ നെയിൽ പോളിഷ് ഇതുപോലെ അറ്റത്ത് ഇട്ട് കൊടുക്കാം. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ബാൻഡേഡ് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ വിരലുകളിലും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള നെയിൽ ആർട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് നെയിൽ ആർട്ട് ചെയ്യാന്നൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾക്കും നെയിൽ ആർട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.